റിലേഷൻഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരാളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മള് കൊളീഗാണല്ലോ, നമ്മളിപ്പോ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ ഫ്രണ്ട്സും ബെസ്റ്റി അല്ല. അയാളുടെ ജലദോഷം ഡിവൈൻ ജലദോഷവും നമ്മുടെ ജലദോഷം മൂക്കൊലിപ്പ്. എനിക്ക് ബെസ്റ്റി ഇല്ലല്ലോ എന്ന് കരുതി ഒരു ബെസ്റ്റിനെ ഞാൻ ഉണ്ടാക്കി എടുക്കരുത്. ക്രിസ്റ്റീന, എന്താണ് ഒരു ബെസ്റ്റി? ബെസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ക്ക് മേലെ ലവർക്ക് കീഴെ, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഫ്രണ്ടിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു, എന്നാൽ ലവറിലോട്ട് എത്തിയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ചില പോസ്റ്റിന്റെ അടിയിലൊക്കെ എന്താണ് ബെസ്റ്റ് എന്നുള്ളതിന്റെ അടിയിൽ ചിലർ വന്ന് കമന്റ് ചെയ്യുന്നതാണ്, അതിന് അവിഹിതം എന്നും നമുക്ക് വിളിക്കാം. ഈ രണ്ട് സാധനവും വരുന്നുണ്ടത്. ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ടാണ്, എന്നാല് വെറും ഒരു ഫ്രണ്ട് അല്ല. എന്നാൽ ലവർ ആണോ എന്ന് ചോദിച്ചാൽ ലവർ അല്ല. പക്ഷെ ലവറിൽ വേണ്ട ഗുണങ്ങളൊക്കെ നമ്മള് നല്ലൊരു ഫ്രണ്ടിന്റെയും നല്ലൊരു ലവറിന്റെയും എല്ലാ പോസിറ്റീവ്സ് ഇതിലുണ്ടാവും, നെഗറ്റീവ്സ് ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് നമ്മൾ ശരിക്കും ബെസ്റ്റീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ ഒരു ജനറേഷൻ പറയുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ബെസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നല്ല മീനിങ്ങും കൂടി ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്, നമ്മളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കുന്ന ഫ്രണ്ടും എന്നും ആവാം, നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആക്കുന്ന ഫ്രണ്ട് എന്നും ആവാം, നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നതെന്നും ആവാം. പക്ഷെ പലരും വെറുതെ കയറി പലരെയും ബെസ്റ്റി എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഒരാള് തന്നെ ഒരു 3-4 പേര് ഇപ്പൊ ചായ കുടിക്കാൻ പോകുമ്പോ ഇതാരാ, ഇതെന്റെ ബെസ്റ്റി. നാളെ നമ്മൾ പുറത്ത് വെച്ച് കാണുന്നു, ഷോപ്പിങ്ങിന് വെച്ച് കാണുന്നു, ഇതാരാ, ഇതെന്റെ ബെസ്റ്റി. അപ്പൊ ഇന്നലെ അത് വേറെ ബെസ്റ്റി, ബെസ്റ്റി, അതെന്റെ ഓഫീസിലെ ബെസ്റ്റി, ഇതെന്റെ കൂടെ താമസിക്കുന്ന സ്ഥലത്തുള്ള ബെസ്റ്റി. അതെ, ഒരാൾക്ക് ഒന്നിക്കൂടുതൽ ബെസ്റ്റികൾ ഉണ്ടാവാം, അത് പ്രശ്നമാണെന്നല്ല പറയുന്നത്. പക്ഷേ എല്ലാ ഫ്രണ്ട്സും ബെസ്റ്റികളല്ല, എല്ലാ പരിചയങ്ങളും ഫ്രണ്ട്സും അല്ല, അല്ലേ? ബെസ്റ്റി എന്ന് നമ്മൾ വിളിക്കണമെങ്കിൽ നമ്മളുടെ സാധാരണ ഫ്രണ്ടിനെ നമ്മൾ ഒരിക്കലും നമുക്ക് ബെസ്റ്റി എന്ന് പറയാൻ പറ്റില്ല. നമ്മളുമായിട്ട് എവിടെയൊക്കെയോ വളരെ ഇമോഷണൽ കണക്ട് ആവുന്ന, അവരെ നമുക്ക് ഒരുപക്ഷെ എല്ലാ ദിവസവും കാണണമെന്ന് പോലുമില്ല, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ നേരിട്ട് കാണുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മളെന്താണെന്ന് മനസ്സിലാക്കുന്ന, നമ്മുടെ ഇമോഷണൽ അപ്സും ഡൗൺസും മനസ്സിലാക്കുന്ന, നമ്മളുടെ പ്ലസ്സും നെഗറ്റീവ്സും മനസ്സിലാക്കുന്ന, ഇപ്പം നാളെ നമ്മളെക്കുറിച്ചൊരു വാർത്ത കേട്ടാൽ അതല്ല, അത് അവൾ ചെയ്യില്ല, അല്ലെങ്കിൽ അതല്ല, അത് അവൾ തന്നെ ഉറപ്പിച്ചോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ബെസ്റ്റി. നേരത്തെ പറഞ്ഞില്ല, എല്ലാ ഫ്രണ്ട്സും ബെസ്റ്റികളല്ല. ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സ് പോലും ശരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ആണോ നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ വർക്ക് പ്ലേസ്, നമ്മൾ ജോലി സ്ഥലത്തുള്ള എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല. അവിടെ നമ്മുടെ കൊളീഗ്സ് ഉണ്ട്, അവിടെ നമ്മുടെ അക്വൈൻറ്റൻസ് ഉണ്ട്, നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്, പിന്നെ നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ക്ലാസ്മേറ്റ്, നമ്മുടെ തന്നെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്, ബാച്ച്മേറ്റ്സ് ഉണ്ട്. നമ്മളിങ്ങനെ എല്ലാവരെയും പോയിട്ട് ഫ്രണ്ട്സ് ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിളിച്ചില്ലെങ്കിൽ എന്തോ പ്രശ്നമാണെന്നൊരു തോന്നല് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയാതിരിക്കുമ്പോൾ അവർ പറയും, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ, നീ എന്നെ ഫ്രണ്ടായിട്ട് കണ്ടിട്ടില്ലേ. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക്, എനിക്ക് തോന്നുന്നു വർക്കിംഗ് പ്ലേസിലേക്ക് 1-2 ആളുകളായിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതലുള്ള ആളുകളുള്ളവരുണ്ടാകാം. അതൊന്നും ഞാൻ അങ്ങനെ അല്ലാതൊന്നും വാദിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ നമുക്ക് 1-2 പേരായിരിക്കാം ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ല, നമ്മൾ കൊളീഗ്സും ആണ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവില്ല. അപ്പൊ ആസ് എ കൊളീഗ് അതിനൊരു ഷെയിം ആയിട്ടാണ്, ഒരു ഡൗൺ ഗ്രേഡിങ് പോലെ. അപ്പൊ നമ്മള് കൊളീഗാണല്ലോ, നമ്മളിപ്പോ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അവരുടെ ഫ്രണ്ട് ഉണ്ടല്ലോ. അതെ, നമ്മൾക്ക് 1-2 ആളാണ് നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ ബാക്കിയുള്ളവര്, ഇപ്പൊ ഞാൻ പാറു ചേച്ചീന്റെ ഫ്രണ്ട് ആയിരിക്കില്ല, ഞാൻ ചേച്ചിന്റെ കൊളീഗാണ്. അപ്പം ആ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ഓഫീസിൽ ചിലപ്പം ഓഫീസിനുള്ളിൽ ചേച്ചിക്ക് ഒരു സുഹൃത്ത് ഉണ്ടാവാം. പക്ഷെ നമ്മൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പാർവതി ചേച്ചി, അല്ലെങ്കിൽ ഇതെൻ്റെ ഫ്രണ്ട് പാർവതി ചേച്ചി എന്ന് പറയുന്നതിന് എന്താണ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട് എന്ന് നമ്മൾ തന്നെ ഒരു കൃത്യമായിട്ട് ധാരണ നമുക്കുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പം നമ്മൾ ഓഫീസിലുള്ള ഒരാളുടെ കൂടെ സ്ഥിരം നടന്നാൽ അത് നമുക്കൊരു ലേബലാവും, അത് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. നമ്മൾ അതിനൊരു ടേം ഉണ്ട്, അസോസിയേഷൻ ബെസ്റ്റി. അതായത് ഇപ്പൊ നമ്മള് ഓഫീസിൽ തന്നെ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോകുന്ന ഒരാൾ കാണുമായിരിക്കും. നമ്മൾ എപ്പോഴും അയാളുടെ കൂടെ ആയിരിക്കും ചായ കുടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന അയാളുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന അയാളുടെ കൂടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉടനെ ബാക്കി എല്ലാവരും കൂടെ ഒരു ലേബൽ ഇട്ട് തരികയാണോ, നിങ്ങൾ ബെസ്റ്റീസ്.
നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന അയാളുടെ വൈബ് മാച്ച് ആയിരിക്കാം, ഓക്കെ. പക്ഷെ ദാറ്റ് ഡസൻ മീൻ അയാളാണ് നമ്മുടെ ആ കൂടെയുള്ള ബെസ്റ്റി എന്നല്ല. ചിലപ്പോൾ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ലോകത്തേക്കായിരിക്കും പോകുന്നത്. അയാളുടെ ഇൻട്രസ്റ്റ് വേറെ, നമ്മുടെ ഇൻട്രസ്റ്റ് വേറെ. പിന്നെയുണ്ട് നമ്മൾ റൂമീസ് ഉണ്ട്. റൂമീസ് ഒരിക്കലും ബെസ്റ്റീസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരേ സ്ഥലത്ത് താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ ബെസ്റ്റീസ് ആവണം എന്നില്ല. ആവാം, ആവാതിരിക്കാം. അവർ ഒരുമിച്ച് വരുന്നു എന്ന് കരുതിയോ അവളോട് ചോദിച്ചാൽ ഇവളുടെ എല്ലാ കാര്യവും അറിയാലോ. അതുണ്ടാവണേ ഇല്ല. എവിടെ പോയി എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. നമ്മളത് ഷെയർ ചെയ്യണം. ഇപ്പം ഞങ്ങൾ റൂമിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ നമ്മൾ 5 പേര് ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ ആരും ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ 5 പേര് ഫ്രണ്ട്സ് ആണെന്ന് പറയാനേ പറ്റില്ല. ഒരാൾ രാത്രിയിൽ എവിടെ പോയി, അല്ലെങ്കിൽ പകലെവിടെ പോയി, വൈകുന്നേരം എവിടെ പോയി എന്ന് 5 പേർക്കും ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓഫീസിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ആളുകൾ വന്ന് ചോദിക്കും, നിങ്ങൾ ഒരുമിച്ചല്ലേ താമസിക്കുന്നേ? അപ്പൊ നമ്മൾ പറയും ഒരുമിച്ചാണ് താമസിക്കുന്നേ, പക്ഷെ അവരെവിടെ പോയി എന്ന്, നിങ്ങൾ എങ്ങോട്ടാ ഇറങ്ങുന്നേ അല്ലെങ്കിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് നമ്മൾ ചോദിക്കില്ല. പുറത്തു പോവാണ്, ഓക്കെ ആ പോയിട്ട് വാ എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഇമോഷണൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോളണം എന്നില്ല. അയാൾക്ക് പറയാൻ അയാൾക്ക് മനസ്സുണ്ടെങ്കിൽ അയാൾ പറയും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1-2 വട്ടം ചോദിച്ചേക്കാം. അതിനപ്പുറം അയാൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ പോവില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ബൗണ്ടറി എവിടെയാണ് എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ അയാൾ അത്രയും നമുക്ക് ഉള്ളിലോട്ട് അടുത്ത് നിൽക്കുന്ന ആളായിരിക്കണം. നിർബന്ധമില്ല അങ്ങനെ ആയിക്കോളണം. ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ റൂമിലുള്ള എല്ലാവരും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, ഒരുമിച്ച് താമസിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരേ സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇതൊന്നും അറിയില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ ഭയങ്കര മണ്ടത്തരാണ്. നമ്മളത് കുറെ തവണ കേൾക്കുന്നുണ്ട്. അത് നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതായത് റൂമിൽ ഒരുമിച്ച് താമസിക്കുന്നവര് ഫ്രണ്ട്സ് അല്ല എന്നൊക്കെ നമുക്ക് ഫ്രണ്ട്സ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കുക അത് വഴക്കാണ്. അതല്ല, ഹെൽത്തി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആളുകൾ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ വിചാരിക്കുന്നത് ക്ലോസ് ആയിട്ട് A to Z കാര്യങ്ങൾ പറയും എന്നുള്ളതാണ്. അത് തെറ്റായ ധാരണയാണ്. അത് തീർത്തും തെറ്റായ ധാരണയാണ്. നമ്മൾ ബെസ്റ്റീസിൽ തന്നെ ഈ പറയുന്ന പോലെ സിറ്റുവേഷൻ ബെസ്റ്റി എന്നൊരു ടേം ഉണ്ട്. അപ്പം അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ചക്കരയും പീരയും പോലെ നമ്മൾ പറയില്ല, അതുപോലെയായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. ദാറ്റ്സ് ഓക്കെ. ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മളോട് ഉണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ അവരെ നമ്മൾ മറക്കത്തില്ല. അതെ, അതവിടെ കഴിഞ്ഞു എന്ന് കരുതി അവരെ നമ്മൾ അന്ന് ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഇന്നും ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോളണം നിർബന്ധം പിടിച്ചിട്ട് പോയി പിടിച്ചു വലിച്ചു കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മളൊരു ട്രിപ്പ് പോയി. ഇപ്പോൾ ഒരുപാട് യാത്രകൾക്കുള്ള കൂട്ടായ്മകളുണ്ടല്ലോ. അപ്പോൾ പരിചയമില്ലാത്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കുക. അതിലൊരാളോട് നമുക്ക് വളരെയധികം ആത്മബന്ധം തോന്നുന്നുണ്ട്, നമ്മൾ ഭയങ്കര ക്ലോസ് ആവുന്നു. ആ ഒരു ട്രിപ്പ് തീരുന്നത് വരെ നമ്മളായിരിക്കും ഏറ്റവും കമ്പനി. എവിടെ പോയാലും നമ്മൾ ഒരുമിച്ച് പോവും, ഉറങ്ങാൻ നേരം നമ്മൾ ഒരുമിച്ച് പോവും, ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഒരുമിച്ച് പോവും, അല്ലെങ്കിൽ ഞാനും കൂടെ വരാം, അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അതൊരു സിറ്റുവേഷണൽ ബെസ്റ്റിയാണ്. ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്ന ഒരു കമ്പനിയാണ്. ഒരാൾ കൂടെ സപ്പോർട്ട് ഉണ്ടാവും, എന്തിനും കൂട്ടുണ്ടാവുക എന്ന് പറയുന്നത് വൈബ് മാച്ചായ ആളാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അതാണ് സിറ്റുവേഷൻ ബെസ്റ്റ്. ബെസ്റ്റികളിൽ തന്നെ ഉണ്ട് പല പല കാറ്റഗറികൾ. അപ്പോഴാണ് ഇവിടെ നമ്മൾ എല്ലാത്തിനെയും ഒരേ ലേബൽ ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ബെസ്റ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലാണെങ്കിലും ബോർഡറുകൾ വരയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നിരിക്കട്ടെ, അപ്പോൾ പോലും ഞാൻ ക്രിസ്റ്റീനോട് പറയാത്ത എത്രയോ കാര്യങ്ങൾ എനിക്കുണ്ടാവാം. അതൊരു പരിധിവരെ ക്രിസ്റ്റ്യനിക്ക് അറിയുകയും ചെയ്യും ഞാനെല്ലാം പറയുന്നില്ല എന്നുള്ളത്. അത് പക്ഷെ ഒരിക്കലും ക്രിസ്റ്റ്യന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളോട് ലൈഫിൽ ഷെയർ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇപ്പം ഞാനൊരു കാര്യം പറയുന്നില്ലെങ്കിൽ അത് എൻ്റെ ഒരു ചോയ്സ് ആണെന്നും ആ ചോയ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവിടെ നിന്ന് വേണം. അല്ലാതെ എന്നോട് ഈ കാര്യം നീ പറഞ്ഞിട്ടില്ല കേട്ടോ, പിന്നെ എപ്പോഴെങ്കിലും വരും പറയാം എന്നോട് മറ്റേ കാര്യം നീ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ പറയേണ്ട കാര്യം. അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ തമ്മിലാണ് ആ സൗഹൃദമെങ്കിൽ, ഞാനും ചേച്ചിയും തമ്മിലാണ്, ഞാൻ ചേച്ചീനോട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കുക, ചേച്ചി എന്നോട് മറ്റേ കാര്യം പറഞ്ഞില്ലല്ലോ, എന്നാലും ഞാൻ അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹബന്ധത്തിന് ആ സ്നേഹം കുറയും, ഒരു സമ്മർദ്ദം വരും. ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതൊരു ടാസ്കായി മാറും ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം. അതായത് അത് കുഴപ്പമില്ല, അവളോട് അങ്ങനെയല്ലേ എന്നൊരു എഫേർട്ട് ചേച്ചി ബോധപൂർവ്വം എടുക്കണം. അത്രയും കാലം നമ്മൾ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധത്തിന് പിന്നെ നമ്മൾ എഫേർട്ട് എടുക്കേണ്ടത്. ഏത് ബന്ധത്തിന് എഫേർട്ട് ഇട്ട് തുടങ്ങിയോ
അത് എന്താ പറയാ അത്ര നാച്ചുറൽ ഫ്ലോ അങ്ങ് പോകും. അപ്പൊ നമ്മള് ഈ ബെസ്റ്റി പോസസീവ് ആവാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മളൊരു വര വരച്ചതിനുള്ളിലേക്ക് കയറാതിരിക്കുക. ഇപ്പൊ എനിക്ക് പറയാണ്, ഞാൻ ഇപ്പം പറയാണ് എൻ്റെ ഫോണിൽ ഗാലറി ചെക്ക് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യരുതെന്നാണ്. നോ മീൻസ് നോ എന്ന് നമ്മൾ പറയുന്ന പോലെ. പക്ഷെ അതെന്താ ഞാൻ കണ്ടാല്, ഞാൻ അറിയാത്ത എന്ത് രഹസ്യം നിനക്കല്ല, നമ്മൾ കോമൺ ആയി കേൾക്കുന്ന. അപ്പൊ നമുക്ക് ക്യൂരിയോസിറ്റിയാ. പക്ഷെ എന്നാലും എന്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ നമുക്ക് വേണ്ടതോ മറ്റുള്ളവരുടേതായിട്ടുള്ള എന്തെങ്കിലും സാധനം അതിനുള്ളിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ ഗാലറിയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയോ നമ്മൾ അവിടെ വേറൊരു സാധനങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ അതിനകത്തേക്ക് വേറൊരാളെ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതെടുത്ത് നോക്കരുതെന്ന് പറയുമ്പോൾ നമ്മള് അപ്പൊ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഞാൻ നിനക്ക് അത്രേ ഉള്ളോ, ഇങ്ങനത്തെ ഡയലോഗുകൾ ഭയങ്കരമായിട്ട് നമ്മളോട് പറയും. അതായത് ബൗണ്ടറികളെ നെഗറ്റീവായിട്ട് കാണാതെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലാക്കണം. അങ്ങോട്ടൊരു ബൗണ്ടറി ഇങ്ങോട്ടൊരു ബൗണ്ടറി, നിനക്ക് ഞാൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവൈലബിൾ ആയിരിക്കും. പക്ഷെ നമ്മുടെ ബൗണ്ടറീസ് കൃത്യമായിട്ട് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. അതൊരു പ്രണയമുണ്ട്, നമ്മുടെ സുഹൃത്തിനൊരു പ്രണയമുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിന് പ്രണയമുണ്ട്. അപ്പം ഞാൻ വന്നിട്ട് ഇപ്പം എൻ്റെ ഒരു പെൺകുട്ടിക്കാണ് ഒരു ആൺകുട്ടീനോട് പ്രണയം തോന്നുന്നത്. അപ്പോൾ അവനോട് ഞാൻ വന്നിട്ട് ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഇവൾക്ക് രാത്രിയിൽ നിലാവ് നോക്കി കിടക്കാനാണ് ഇഷ്ടം, ചായ ഊതി കുടിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി വരുന്ന രണ്ടാളുകൾക്ക് ഭയങ്കര ഓക്വേർഡ്, എൻ്റെ പ്രസൻസേ ഓക്വേർഡായി തോന്നും. അതായത് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ വിചാരിക്കാം, നമ്മളിങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ പാർട്ട്നേഴ്സിനെയും കൂടെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാവണം നമ്മൾ എവിടെ നിൽക്കണം. അതും എസ്പെഷ്യലി ഇപ്പൊ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സെക്സ് ആണെങ്കിൽ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്കിൽ, ആ ആൺകുട്ടി നാളെ ഒരു പെൺകുട്ടിയോട് പ്രണയത്തിലാവുകയാണെങ്കിൽ പണ്ട് തൊട്ടേ ഇവരറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഈ പെൺകുട്ടി എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ ആൺകുട്ടിക്കും അതെ. അതായത് പുതിയതായിട്ട് അവരുടെ ഇടയിലേക്ക് വന്നു കയറുന്ന ഒരാളാണ് ഈ പറയുന്ന പ്രണയിനി. അപ്പോൾ അവർക്ക് എത്രയൊക്കെ ഓപ്പൺ മൈൻഡഡ് ആയ കുട്ടിയാണെന്ന് പറഞ്ഞാലും അവളുടെ ഉള്ളിലും സംശയങ്ങളും ഇൻസെക്യൂരിറ്റീസും കുറച്ചൊരു പൊസസീവ്നെസ്സും ഒക്കെ ഉണ്ടാവും, ഒരു പ്രണയത്തിലുണ്ടാകും, ഈ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മൾ എവിടെ വരെ നമ്മൾ പെരുമാറണം എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കണം. ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതുപോലെ ഞാൻ എന്നും ആയിരിക്കും എന്ന് പറയുന്ന ഇടത്തേക്ക് ആ പെൺകുട്ടി ആ ഒരു വേവ് ലെങ്ത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായി മാറും. ആർക്ക്? നമ്മളെക്കാളും ആ പയ്യന്. കാരണം അവൻ്റെ ലൈഫാണ്, അവന് ബെസ്റ്റ് ഫ്രണ്ടിനെ വേണം, അവൻ്റെ ലവറിനെ വേണം. പക്ഷെ ഇവർ തമ്മിലൊരു സിങ്കായി പോകുന്നില്ലെങ്കിൽ അത് അവനും ബുദ്ധിമുട്ടാവും. എനിക്കിതിനൊരു എക്സാമ്പിൾ പറയാനുണ്ട്. സ്വന്തം കാര്യമല്ലല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത്, അവൻ ആൺകുട്ടിയാണ്. അപ്പം അവനൊരു പ്രണയത്തിലാവുകയാണ്. പ്രണയത്തിലാവുമ്പം ഇവൻ്റെ ബെസ്റ്റിനോട് എന്ന് പറയാണ്, ബെസ്റ്റ് പെൺകുട്ടിയാണ്, അവൻ ചെന്ന് പറയാണ് ഞാനിങ്ങനെ ഒരു പ്രണയത്തിലാവുകയാണ്. അപ്പം അത്രയും കാലം ആ ബെസ്റ്റിക്ക് എല്ലാ രീതിയിലും ഇവൻ അവൈലബിൾ ആണ്. അതായത് അവൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യത്തില്ല. അപ്പം അവളെ സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വിടും, അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് ഒരു കേക്ക് കഴിക്കാൻ പോയാൽ വാവ് എന്ന് പറഞ്ഞ് ക്ലാപ്പ് അടിക്കും. എല്ലാം അവളെ കൊണ്ട് സ്വയം പര്യാപ്തതയോടെ ചെയ്യിക്കാൻ ഈ ബാക്ക് എൻഡിൽ ഇവൻ എല്ലാത്തിനും ഒരു പുഷ് കൊടുക്കും. അപ്പം ഈ ബെസ്റ്റിക്കൊരു കാമുകനുണ്ട്. പക്ഷെ കാമുകനേക്കാൾ കൂടുതൽ ഇമോഷണലി ഡിപ്പെൻഡ് ആയിരിക്കുന്നത് ഈ ആൺകുട്ടിയുടെ അടുത്താണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ്. അപ്പം ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് പ്രണയമായ സമയത്ത്, ഇവനൊരു പ്രണയത്തിലായ സമയത്ത് ഈ ബെസ്റ്റിക്ക് ഇതിനെ എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അവൻ ആദ്യത്തെ ആ കുട്ടിയുടെ കമൻറ്റ്, ഞാനിങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ്, നീ അറിയുന്ന പെൺകുട്ടിയാണെന്ന്, അവള് ശരിയല്ല, ഫസ്റ്റത്തെ കമൻ്റാണ്. രണ്ടാമത്തെ കമൻറ്റ്, നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കും അവളെ ഇഷ്ടമല്ല, നീ നോക്കിക്കോ അവള് നിന്നെ പറ്റിച്ച് നിന്നെ തേച്ചിട്ട് പോകും. അതായത് ഇവളുടെ പ്രണയത്തിനും ഇവളുടെ വളർച്ചയ്ക്കും എല്ലാ സപ്പോർട്ടും കൊടുത്ത ഒരാൾക്ക് ആൾക്കൊരു പ്രണയം വന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നേരത്തെ 11 മണി വരെ അവൾക്ക് ഇവൻ ബെസ്റ്റിക്ക് ഫോണിൽ അവൈലബിൾ ആയിരുന്നു എങ്കിൽ ഇവനൊരു പ്രണയം വന്ന സമയത്ത് ഇവൻ സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും അവന്റെ സമയം. അപ്പൊ ഞാൻ ഇപ്പോൾ നീ എനിക്ക് 8 മണി മുതൽ അവൈലബിൾ ആവുന്നില്ലല്ലോ, നീ അപ്പൊ ഇപ്പൊ നമ്മളെ ഒന്നും നമ്മളെ ഒന്നും വേണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ ഇവളീ പ്രണയത്തിലായിരിക്കുന്ന ആളുമായിട്ട് കല്യാണം ആവുന്ന സമയത്ത് ഇവള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ കല്യാണം ആയതുകൊണ്ടാണോ നീ എൻ്റെ അടുത്ത് ഗ്യാപ്പ് ഇടുന്നത്? അപ്പോഴാണ് ഇവൻ ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നത്. ഈ സാധനത്തിന് ഈ ഒരു
ആംഗിളിലാണ് അവള് കാണുന്നത്. അപ്പം ഇത് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവൾ വിചാരിച്ചിട്ടുണ്ടാവാം മേ ബി അവൾക്കൊരു പ്രണയം ഉണ്ടായിരിക്കെ തന്നെ ഒരു ഫ്രണ്ടിന് അത്രയും അവൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പക്ഷെ ഇവന്റെ പ്രണയത്തെ ആക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഇവന്റെ കാമുകി ഭയങ്കരമായിട്ട് ആ കുട്ടിക്ക് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പം ഇവൾ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇവള് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് അയക്കുന്നുണ്ട്, കാണുമ്പോൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്നെ ഭയങ്കര പുച്ഛാണ്. അപ്പൊ അവള് ഭയങ്കര പെയിനോട് കൂടിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാം. അപ്പൊ നമ്മൾ പറയും ഓക്കെ നീ എന്നാൽ അത് ഒഴിവാക്ക്. അപ്പം ഈ പെൺകുട്ടി വിചാരിച്ചത് അവന്റെ ഫ്രണ്ട് അല്ലേ, അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് പോവാലോ, അതിനെ കട്ട് ചെയ്ത് കളയണ്ടല്ലോ എന്നുള്ളൊരു എഫേർട്ട് ഉണ്ട്. അവസാനം ഈ ബെസ്റ്റ് ഇവനോട് പറയാണ്, എനിക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ സൗഹൃദം അല്ല, എനിക്ക് ആ പ്രണയം പറ്റത്തില്ല, ആ വ്യക്തിനെ എനിക്ക് ഇഷ്ടമല്ല. അവിടെ അവനെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അവന്റെ സമാധാനം പോകണം. അതായത് അവന് ബെസ്റ്റീനെ വേണോ ലവറിനെ വേണോ, ഭയങ്കര സമ്മർദ്ദത്തിലായി. നമ്മുടെ അടുത്തൊക്കെ ഇതിങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ വന്നിരുന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മളത് കാണുക. അപ്പൊ ഈ ബെസ്റ്റിക്ക് ആക്ച്വലി ആ കുട്ടി എന്തോ ആയിക്കോട്ടെ, അത് അവന്റെ ചോയ്സ് ആണ്. അവൻ ആ കുട്ടിയിൽ അവന് വൈബാവുന്നത് എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവൻ ചോയ്സ് ആണ്. എന്റെ കാമുകനെ ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ അവനൊരു അഭിപ്രായവും പറഞ്ഞില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. പൊസസീവ്നെസ് കേറി അല്ലെങ്കിൽ ഇത് എന്റെ മാത്രമാണ് അങ്ങനെ ആവാൻ പറ്റില്ല. ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള അതായത് അതിന്റെ അപ്പുറത്ത് ആൾക്കൊരു പ്രണയമുണ്ട്, ആൾക്ക് രണ്ടും അവൈലബിൾ ആണ്. അപ്പം നമ്മള് നമ്മുടെ ബെസ്റ്റീനെ ആണെങ്കിലും നമ്മുടെ പ്രണയിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പൊസസീവ്നെസ് അല്ലെങ്കിൽ അത് ആളുടെ ചോയ്സിനെ തെരഞ്ഞെടുപ്പുകളെ പൊസസീവ്നെസ് വരാനായിട്ട് ഇങ്ങനെ ഒരു പാർട്ട്ണർ വേണം തന്നെ ഇല്ല കേട്ടോ. ചിലർക്ക് ഇപ്പൊ ഞാൻ ക്രിസ്റ്റീനയുടെ ബെസ്റ്റിയാണെന്ന് വിചാരിക്കുക, ക്രിസ്റ്റീന പുതിയൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെനിക്ക് പ്രശ്നമാവുന്നിടത്ത് അതൊരു പ്രശ്നമാണ്. അത് പക്ഷെ എനിക്ക് തോന്നണേ ഞാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ ആൾക്ക് മനസ്സിലാവാതിരിക്കുമ്പോഴാണ്. ഇപ്പം ഞാൻ ചേച്ചിന്റെ ബെസ്റ്റ് ആയിരിക്കാണ്, ചേച്ചി ഇപ്പം 10 പേരോട് കൂട്ടുകൂടിയാലും എൻ്റെ സ്ഥാനം പോകില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്, അത് അവിടെ വേറൊരാളോട് അവർ ഷെയർ ചെയ്യില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, അങ്ങനെയാണോ അല്ലയോ എന്തോ, ഞാൻ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കിയാൽ ആ ബന്ധം ഭയങ്കര രസകരമായിരിക്കും. ആ ചേച്ചി പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു, നീ പോയിട്ട് നല്ല രസം ഉണ്ടായിരുന്നോ, നീ അവരുടെ കൂടെ പോയി ഇട്ട ഡ്രസ്സ് നന്നായിരുന്നു, പോയ ഫോട്ടോസ് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന അടുത്തുനിന്ന്, നീ അവരുടെ കൂടെ പോയി എന്നെ കൂട്ടിയില്ല, എന്നെ കൊണ്ടുപോയില്ല, ഞാനപ്പോ ആരും ഇല്ലേ, ആ ചോദ്യത്തിലേക്ക് വരാതെ എടി അത് നല്ല രസം ഉണ്ടായിരുന്നു, നീ ആ ഫോട്ടോ ഇങ്ങനെ ഇട്ടിരുന്നെങ്കിൽ നന്നായി, നിന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ആരാ, നല്ല വൈബാണല്ലേ എന്ന് ചോദിക്കുന്നതിലേക്ക് നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളെ മാറ്റാൻ പറ്റണം. അതിൽ വേറൊരു കാര്യമുണ്ട്, ഇത് പലരും കണക്കാക്കുന്നത് ഇതിനൊരു ഇലാസ്റ്റിസിറ്റി എന്തോരം ഉണ്ട് ഇമോഷൻസിന് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അതായത് പുതിയൊരു ഫ്രണ്ട് വരണമെങ്കിൽ പഴയ ആരെങ്കിലും എടുത്ത് മാറ്റിയാലേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ആലോചിക്കുന്നിടത്താണ് പ്രശ്നം. പുതിയത് വന്നാലും പഴയതിനെ എല്ലാത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് അത്രയും എലാസ്റ്റിസിറ്റി ഉണ്ട്, നമുക്ക് അത്രയും അതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും എന്ന് പലർക്കും മനസ്സിലാവുന്നില്ല. അവിടെയാണ് ഏറ്റവും മെയിനായിട്ട് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ പുതിയ ഫ്രണ്ടായി ഇനി നാളെ മുതൽ എന്നെ വേണ്ടേ, അപ്പം ഇനി പലയിടത്തും പോകുമ്പോൾ എന്നെ വിളിക്കത്തില്ലേ, ഇനി എന്നോട് പറയത്തില്ലേ, ഞാനങ്ങ് സൈഡ് ലൈൻ ചെയ്ത് അങ്ങ് പോവുകയാണോ എന്നൊരു ഭയം, ഒരു ഇൻസെക്യൂരിറ്റി. അത് ബേസിക്കലി ആ റിലേഷൻഷിപ്പിൽ കോൺഫിഡൻസ് ഇല്ല, ട്രസ്റ്റും ഇല്ല, കോൺഫിഡൻസും ഇല്ല എന്നുള്ള അടുത്താണ്. ഒരു പക്ഷെ അവരുടെ പഴയ ഒരു മെന്റൽ ബ്ലോക്കും ആവാം, ഇതുപോലെ എപ്പോഴെങ്കിലും ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. പുതിയ ഫ്രണ്ട്സിനെ കിട്ടിക്കഴിയുമ്പോൾ പഴയ ആൾക്കാരെ മൈൻഡേ ചെയ്യാത്ത ആൾക്കാരുണ്ട്. എന്നിട്ട് പുതിയ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പഴയതിനടുത്തോട്ട് ചെല്ലും, ഭയനി കൂടാന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ ഹെൽത്തി ആയിട്ടുള്ള ബോർഡേഴ്സ് എപ്പോഴും വെക്കുക. അതുപോലെ തന്നെ പറഞ്ഞു തരിട്ടില്ലേ, എന്താ ബി ദ അജു വർഗീസ് ടു മൈ നിവിൻ പോളി. അതൊരിക്കലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ പറയൂല. കാരണം ഒരു കഴിവുമില്ലാത്ത ആളെ നിനക്ക് പറ്റും, നീ പോ, നീ ചെയ്യുന്ന പറഞ്ഞു വിടുന്നതല്ല. നിന്നെ കൊണ്ട് ഇതേ സാധിക്കും, നീ പൊളിയാണ്, നീ പൊളിയാണ്, അങ്ങനെ അതൊരിക്കലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ല. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്ട്രെങ്ത് എന്താണ്, അവൻ്റെ വീക്ക്നെസ് എന്താണ്, അവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് വിടാൻ പാടുള്ളൂ, എല്ലാ കാര്യവുമേ മോട്ടിവേറ്റ് ചെയ്ത് വിടരുത്. അതുപോലെ തന്നെയാണ് അവൻ പറയുന്നത് കേൾക്കാൻ നിൽക്കുക, ഒരു ആക്റ്റീവ് ലിസണർ ആവുക. അത് പക്ഷേ ലിസൺ ചെയ്യുന്നതിനർത്ഥം നമ്മളതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണമെന്നല്ല. ഇപ്പോൾ ഒരാൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മളതിന് സൊല്യൂഷൻ ആലോചിക്കുകയല്ല വേണ്ട, അയാളെ കേൾക്കുക. കാരണം ആ പ്രശ്നം അയാൾ അനുഭവിച്ചത്രേ നമ്മൾ അനുഭവിച്ചിട്ടും ഇല്ല, നമ്മൾക്കത് മനസ്സിലാവുകയുമില്ല. അവരതിനുള്ള സൊല്യൂഷൻ, 1000 സൊല്യൂഷൻ തലയെ കൂടെ ചിന്തിച്ചായിരിക്കും നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് പറയാൻ വരുന്നത്. അപ്പം നമ്മൾ കേൾക്കുക
എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം അവർക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ, നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു പുറകിൽ നിന്നുള്ള കുത്ത് എന്ന് പറയുന്നതാണ് നമ്മൾ ഒരുപക്ഷെ ഒരു ബ്രേക്കപ്പിനേക്കാളും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ ഏറ്റവും വൾണറബിൾ ആയിട്ടും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കാം. നാളെ ഒരു സമയത്ത് അവരത് നമുക്കെതിരെ പ്രയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പെയിൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും. എന്നാലും എന്നോടിത് ചെയ്തല്ലോ. ഒരു ലവറിൻ്റെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ അതെ, ഒരു ലവറിൻ്റെ അടുത്തുനിന്ന് എത്രയൊക്കെ പെർഫെക്റ്റ് ആയ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവൻ തിരിഞ്ഞു കൊത്തുമോ അല്ലെങ്കിൽ ഇവൾ തിരിഞ്ഞു കൊത്തുമോ എന്ന് എല്ലാവരും പ്രതീക്ഷിക്കും. പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ ഏറ്റവും ഒരു ബെസ്റ്റിയുടെ അടുത്തുനിന്ന് നമ്മളത് ഒരിക്കലും വീണ്ടും കരയുവാണോ? കരയല്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ എന്റെ അനുഭവം പറയുന്ന കഥയാണോ? ഇത് ഈ പോഡ്കാസ്റ്റ് സീരീസ് കഴിയുമ്പോൾ മിക്കവാറും ക്രിസ്റ്റീനൊക്കെ നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് മുഴുവൻ നിന്റെ കഥയാണോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിയില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്തുനിന്ന്, മറ്റേ കഥയൊന്നും പറയുന്നില്ല, എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു ഭയങ്കര മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് അത്രയും ഓപ്പൺ ആയിട്ട് വേറൊരു സൗഹൃദത്തെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അത്രയും ഡെപ്ത് ആയിട്ട് എൻ്റെ ഒരു കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ മറ്റ് സൗഹൃദങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഭയമുണ്ട്. ആളതിന് ശേഷം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, റീൽ അയക്കുന്നുണ്ട്, ആളുടെ പേഴ്സണൽ ലൈഫിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതുണ്ടാക്കിയ ഞാൻ എത്രയോ രാത്രികൾ അതാലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ആ സൗഹൃദം നഷ്ടപ്പെട്ടതിലും അതെന്തിനായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു സമാന അനുഭവമുള്ള ഒത്തിരി ആളുകൾ ഉണ്ടാകും. അപ്പം ഞാൻ അത്രയും പെയിൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ആ പെയിൻ ഞാൻ ഇന്നും അതിൽ നിന്ന് അത് ഓവർകം ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ സൗഹൃദങ്ങളോ എടുക്കുന്ന സമയത്തും അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ഭയങ്കരമായി, ചിലർ നമുക്ക് ഭയങ്കര എഫേർട്ട് ഇടുമല്ലോ, നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ചില സൗഹൃദങ്ങൾ നമുക്ക് ഭയങ്കര എഫേർട്ട് ഇടും. അപ്പൊ ഞാൻ അവരോട് കൃത്യമായി പറയും, ഞാൻ റിലേഷൻഷിപ്പുകൾ അത് ഏത് തരത്തിലുള്ളതായിക്കോട്ടെ ഞാൻ അത്ര ഓക്കെ അല്ല, ഞാൻ ഭയങ്കര ലക്കി പേഴ്സൺ അല്ല, അത് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. എനിക്കതിനെ ചിലതിനെ എടുക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ട്, മിസ്സിങ് ഉണ്ടാവാറുണ്ട്. ഞാനൊരു ബന്ധങ്ങളിൽ ഞാനൊരു ലക്കി പേഴ്സൺ അല്ല, ഞാൻ കൃത്യമായി പറയും. കാരണം എൻ്റെ ഉള്ളിൽ ഈ സാധനം എന്നും കിടപ്പുണ്ട്. രണ്ട് പെൺകുട്ടികൾ കൈ കോർത്ത് പിടിച്ചു പോകുമ്പോൾ ചിലപ്പം ഇതൊക്കെ ഫാന്റസിയാണ്, ഇത് ഓവറാന്നൊക്കെ പറയായിരിക്കും. ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗേൾസ് ഗ്യാങ് ഇരുന്ന് സംസാരിക്കുന്ന കാണുമ്പോഴോ ചായ കുടിക്കുന്ന കാണുമ്പോഴോ ഒക്കെ അപ്പോൾ ഞാൻ അതുകൊണ്ട് കൃത്യമായിട്ട് ഇപ്പൊ എന്റെ ലൈഫിലേക്ക് വരുന്ന ആളുകളോട് ഭീകരമായിട്ട് അവരെ സ്ക്രീൻ ചെയ്യുമായിരിക്കും അല്ലെ ഞാൻ പറയും. വരുന്നവരെ തിരഞ്ഞെടുക്കുന്നതിൽ ഞാൻ പറയും. അതുപോലെ തന്നെ ഞാൻ ഒരു എന്താ പറയുക, നമ്മളെ അരിപ്പ പോലെ അരിച്ചരിച്ചരിച്ചരിച്ച് എല്ലാം പറയില്ല. അത് എന്നെ കുത്താനുള്ള ഒരു സാധനം നമ്മൾ വാക്കിംഗ് ഓൺ ദി എഗ് ഷെൽ എന്ന് പറയും. അതായത് നമ്മൾ മുട്ടത്തോടിന്റെ പുറമേ കൂടി നടക്കുന്ന പോലെ വളരെ സൂക്ഷിച്ച് കെയർഫുൾ ആയിട്ട് നടക്കുക. എന്നെ കുത്താൻ ഇനി ഞാൻ ഒരാൾക്ക് ഇട്ടുകൊടുക്കൂല എന്നുള്ളത്, അതായത് നമ്മുടെ ഒരു ഡിഫൻസ് ആണത്. നമ്മളെ ഗാർഡ് ചെയ്യാൻ സബ് കോൺഷ്യസ്ലിയും കോൺഷ്യസ്ലിയും നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അതിനുശേഷം ഇന്നുവരെ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്നെ വേറൊരാൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് എന്നോട് അതിനുശേഷം എൻ്റെ ലൈഫിൽ വന്ന സൗഹൃദങ്ങളിലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നീ എന്താ പറയാ സംതിങ്, നീ എന്താ പറയാ എല്ലാം ഓപ്പൺ ആവില്ല, നീ ഒരു നിഗൂഢതയിലുണ്ട്. പുറമേന്ന് ആളുകൾ നോക്കുമ്പോൾ ഞാൻ ഹൈപ്പറാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ അങ്ങനെ. പക്ഷെ എൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന സാധനം അത് ഞാൻ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് എങ്ങാനും അത് മൊത്തം പറയില്ല. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ വീണ്ടും ആ ഒരു ഇങ്ങനെ അടിക്കും. 1-2 സാധനത്തിലൊക്കെ പറഞ്ഞ് അത് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ അവസ്ഥ. പക്ഷെ മറ്റൊരാൾ എന്നോട് പറയുന്ന ഒരു സീക്രട്ട്, അത് ഒരാളെ കൊന്നു എന്ന് പറയുന്ന സീക്രട്ട് ആണെങ്കിലും ഞാൻ അതിന്റെ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതിന് ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. പക്ഷെ എന്റെ കാര്യങ്ങൾ എനിക്ക് ഈ സാധനം ഉള്ളത് കൊണ്ട് തന്നെ പലരോടും പറയാൻ പറ്റത്തില്ല. അതൊരു ഇത്ര അനുഭവമുള്ള കുട്ടികൾ നമുക്കിടയിൽ ധാരാളം. കാരണം ഒരു തവണ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്നൊക്കെ പറയുന്ന പോലെ അതിപ്പോൾ പ്രണയത്തിന്റെ കാര്യത്തിലാണ് കൂടുതലും പറയുന്നത്. ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരാളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിലും എത്രയോ മടങ്ങ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഒരു ഫ്രണ്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നമ്മുടെ കൂടെ നടന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ അടുത്തുനിന്ന്
വിട്ടു പോകേണ്ടി വന്നു, അല്ലെങ്കിൽ നമുക്ക് പിരിയേണ്ടി വന്നു. അതും നാച്ചുറലി ഗ്രോയിങ് അപ്പാർട്ട് ഇസ് ഫൈൻ. ചിലരങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ വളർന്ന് വലുതാവുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ജോബ് മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ നാട് മാറുന്നതനുസരിച്ച് നമ്മൾ പതുക്കെ പതുക്കെ അവരിൽ നിന്നും ഡിറ്റാച്ച് ആയി പോവും. പക്ഷെ ആ സ്നേഹം അതെപ്പോഴും അവിടെ ഉണ്ടാവും. നാളെ ഒരു കാലത്ത് നമ്മൾ അവരോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത്തരം സൗഹൃദങ്ങളുണ്ട്. അങ്ങനെ അല്ലാതെ നമുക്ക് അടിച്ച് പിരിയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ടത് എഫക്റ്റ് ചെയ്യുന്നത്. കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയില്ല, നമ്മൾ ചോസൺ ഫാമിലി, നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത ഫാമിലിയാണ് നമ്മുടെ ഫ്രണ്ട്സ്. നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ബോൺ ആയപ്പോൾ ഉള്ളതാണ്. നമുക്കതിലൊരു ചോയ്സ് ഓപ്ഷനോ ഇല്ല. പക്ഷെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത ആൾക്കാരെ നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അത് വളരെ ശരിയാണ്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും നമ്മൾ ബെസ്റ്റികളെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്ററാണ്. എല്ലാ ഫ്രണ്ട്സും ബെസ്റ്റി അല്ല. കറക്റ്റ്, ഞാൻ പറയാൻ വരുമായിരുന്നു. എല്ലാ ബെസ്റ്റിയും ബെസ്റ്റി അല്ല. നമുക്കും അവർക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിംബിയോട്ടിക് എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടാവണം. അതായത് ഒരാൾ മാത്രം എപ്പോഴും അയാൾ മാത്രം, ഇപ്പോൾ അയാളുടെ ജലദോഷം ഡിവൈൻ ജലദോഷവും നമ്മുടെ ജലദോഷം മൂക്കൊലിപ്പ് ആൾക്കാർ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ. ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രശ്നം പറയാനോ ഒക്കെ ചെല്ലുമായിരിക്കും. നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവരുടെ എന്തെങ്കിലും പറഞ്ഞ് അത് ഫുൾ അവരങ്ങ് മോണോപ്പൊളൈസ് ചെയ്ത് കളയും. പിന്നെ അവിടെ നമുക്കവിടെ പ്രസക്തി ഇല്ല. നമ്മളിങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് ഓക്കെ, എന്നിട്ട് ആ ഒരു കോഫി ഡേറ്റിനാണ് കണ്ടതെങ്കിൽ ആ സെക്ഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ ആക്ച്വലി എന്തോ പറയാനല്ലേ പോയത്, അത് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഉള്ളിൽ പറയാനുള്ളത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ തണ്ടർ സ്റ്റീലേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ ചെറിയൊരു സന്തോഷം നമ്മൾ പറയാൻ പോയെന്ന് വിചാരിച്ചു, എടാ എനിക്ക് ഇന്ന് ഓഫീസിൽ അപ്രീസിയേഷൻ മെയിൽ വന്നു എന്ന് പറയാനായിരിക്കും പോയത്. നമ്മൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അയാൾ, എടാ മിനിഞ്ഞാന്ന് എൻ്റെ ഓഫീസിൽ എൻ്റെ MD എന്നെ അപ്രീഷിയേറ്റ് ചെയ്തത്, എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു, അതും ഇതും എന്ന് പറഞ്ഞ് അവരങ്ങ്, ഇപ്പം നമ്മൾ പറയാൻ വന്നത് ഇല്ലാണ്ടായിപ്പോയി. അവർ തണ്ടർ അങ്ങ് സ്റ്റീൽ ചെയ്തു. ആ ഒരു അടിപൊളി സാധനം അവരുടേതാക്കി അങ്ങ് കൊണ്ടുപോയി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ ശരിക്കും ആലോചിക്കണം, ശരിക്കും നമ്മുടെ ബെസ്റ്റ് തന്നെയാണോ. അതുപോലെ ഇതിൻ്റെ കൂടെ വെച്ച് പറഞ്ഞോട്ടെ, നമ്മൾ ചില ഫ്രണ്ട്സേ നമ്മൾ നീ ഇപ്പം ഓഫീസിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും, നീ ഇപ്പം നന്നായി അതൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നീ ഇത് ചെയ്ത് നന്നായി, നിന്റെ റീല് നന്നായി, അല്ലെങ്കിൽ നിന്റെ എഴുത്ത് നന്നായി, അല്ലെങ്കിൽ നീ ഓഫീസിൽ ഇപ്പം നന്നായി എന്ന് പറയുന്ന ആ നന്നായി എന്ന് പറയുന്നതിൽ എത്ര നന്നായി നന്നായതാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ചിലർ അതായത് ആ കുശുമ്പോട് കൂടി അല്ലെങ്കിൽ അവരുടെ അസൂയോടുകൂടി ഇതൊരിക്കലും നന്നാവരുത് വെച്ചിട്ട് ചില എല്ലാ ഫ്രണ്ട്സിനും നമ്മളോട് സ്നേഹം മാത്രമൊന്നും ആയിരിക്കില്ല, അങ്ങനെയും ഉണ്ടാകാലോ. അപ്പം ചിലര് അപ്പൊ അത് പറയുമ്പോൾ തന്നെ കുറച്ചേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈശ്വര ഇതിപ്പോ എന്താ അവസ്ഥ ശരിക്കും പറയുന്നതാണോ. അപ്പൊ അതിൽ 1-2 പേര് നമ്മുടെ ആ ഒരു വിജയത്തിലോ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്നുണ്ടാവുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. അതായത് എല്ലാവർക്കും, ഞാൻ പറയുമ്പോൾ എല്ലാവരുടെയും അനുഭവം എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരു 2-3 പേര് അല്ലെങ്കിൽ ഒരാള് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആത്മാർത്ഥമായിട്ട് എടാ അത് നന്നായിട്ടുണ്ട്, നീ ചിലപ്പോൾ ഇതും കൂടെ ട്രൈ ചെയ്യുക, അല്ലേടാ നീ ഇതും കൂടെ ട്രൈ ചെയ്യേ, ഇത് നിനക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് നന്നാകും എന്ന് പറയുന്ന ഒരു കുറച്ചൊരു, ബാക്കി എല്ലാവരും കിട്ടൂ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവൾ അതും കൂടെ കിട്ടിയിട്ട് അവൾ അത് അങ്ങനെ ചെയ്തത് ഉണ്ടാക്കി അങ്ങനെ പറയുന്ന സൗഹൃദം. അപ്പൊ ഇതിനകത്ത് നമ്മൾ തിരിച്ചറിയുകയും വേണം. അതെ, നമ്മളുടെ പോസിറ്റീവ്സ് മാത്രമല്ല, നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിലെ റെഡ് ഫ്ലാഗ്സും തിരിച്ചറിയണം. അതിന് നമ്മൾ മാറിയിരുന്ന് തന്നെ ഇരുന്ന് ആലോചിക്കണം, റീതിങ്ക് ചെയ്യണം. ഇപ്പോൾ ഒരു കോൺവെർസേഷൻസ് നടന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതൊക്കെ അവർ കേൾക്കുന്നുണ്ടോ, ഞാൻ പറയുന്നതിന് അവർ മനസ്സിലാക്കുന്നുണ്ടോ. കാരണം നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രമേ അയാൾക്ക് നമുക്ക് വേണ്ടി സംസാരിക്കാനോ നമുക്കിത് നല്ലത് ചെയ്തു തരാനോ നമ്മളെ നല്ല കാര്യം സജസ്റ്റ് ചെയ്തു തരാനോ ഒക്കെ പറ്റുള്ളൂ. ഇപ്പോൾ റെഡ് ഫ്ലാഗ്സ്, എപ്പോഴും റെഡ് ഫ്ലാഗ്സ് ഉണ്ടല്ലോ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടും നമ്മൾ ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. അങ്ങനെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫീൽ ചെയ്യാതെ വരും. ഇപ്പോൾ റെഡ് ഫ്ലാഗ്സ്, ഇപ്പം നമ്മുടെ ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ലേ, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഫീൽ ചെയ്യുക, ആ ഇൻസ്റ്റിങ്ക്റ്റിനൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കണം. അല്ലേ? അതേ നമുക്ക് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും റെഡ് ഫ്ലാഗ്സ് വന്നു കഴിഞ്ഞാൽ അത് എവിടെ ഏത് ബൗണ്ടറി വെച്ച് വരയ്ക്കണം,
വേണ്ട എന്ന് വെക്കണം. ഇപ്പോൾ ഒരു തവണ ബെസ്റ്റി ആയി പോയത് കൊണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ അയാളെ ബെസ്റ്റി ആയിട്ട് കൊണ്ടു നടക്കണമെന്നൊന്നുമില്ല. നമുക്ക് വി ക്യാൻ ഗ്രോ അപ്പാർട്ട്. ഇത് റിലേഷൻഷിപ്പിൽ നിന്ന്, പ്രണയത്തിൽ നിന്നോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്നത്. നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി വരണമെങ്കിൽ ഇറങ്ങി വരണം. തീർച്ചയായിട്ടും സൗഹൃദങ്ങളിലും ബ്രേക്കപ്പുകൾ വരണം. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്കപ്പ്സ് ഉണ്ടാവണം. നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാം ഒരേപോലെ ചിന്തിച്ചിരുന്നു, പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ ഐഡിയോളജീസ് മാറും, ഫിലോസഫീസ് മാറും, എല്ലാം മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പോയിന്റിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് തന്നെ ആ ഫ്രണ്ട്ഷിപ്പിനെ അങ്ങ് ഇല്ലാതാക്കാനും നമുക്ക് പറ്റും. അതായത് കഴിഞ്ഞത് കഴിഞ്ഞ് നമുക്ക് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് കരുതി നാളെ മുതൽ അയാളെക്കുറിച്ച് കുറ്റം പറയണമെന്നല്ല. ഇപ്പം ഞങ്ങൾ തമ്മിൽ ടച്ചിലില്ല, അത് എത്രയോ മനോഹരമായൊരു അവസ്ഥയാണ്. അതായത് അയാളെക്കുറിച്ച് നമുക്ക് കുറ്റമൊന്നും പറയുന്നില്ല, അയാളിപ്പോൾ എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അത് പലപ്പോഴും സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാറില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സാധനമുണ്ട്. അതായത് ഇന്നും നാളെയും ഞാൻ ഒരാളുടെ കൂടെ പോസ്റ്റ് ഇട്ടു, 2 ദിവസം കഴിഞ്ഞിട്ട് അയാളുടെ കൂടെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആൾ എന്തിയെ, അയാളിപ്പോൾ ഇല്ലേ, അയാളെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇതേ സാധനം അയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും, അവളിപ്പോൾ നിൻ്റെ കൂടെ അല്ലല്ലോ ഫോട്ടോസ് ഒന്നും ഇടുന്നത്, ഇപ്പം നിങ്ങൾ തമ്മിൽ ബന്ധമൊന്നും ഇല്ലേ, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ, പിരിഞ്ഞ, അടിയായ എന്നൊക്കെ ചോദിക്കും. അപ്പം ഈ പലതരം പ്രഷറുകളുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു ഭാരമല്ല ബെസ്റ്റി. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കണം നമ്മുടെ ബെസ്റ്റി. അതിപ്പോൾ ഈ ബെസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും ആവാം. നമ്മുടെ ഒരേ പ്രായത്തിലുള്ള ആളാവണമെന്നോ ഒരേ ജെൻഡറിലുള്ള ആളാവണമെന്നോ ഒന്നുമില്ല. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുകയും അവർക്ക് കേൾക്കാൻ പറ്റുകയും അതുപോലെ തിരിച്ചും അവരുടെ കാര്യം നമ്മളും കേൾക്കുകയും ആ ഒരു പോസിറ്റീവായിട്ട് ചെന്ന് ചുമ്മാ ഗോസിപ്സും നെഗറ്റിവിറ്റിയും മാത്രമല്ലാതെ നമ്മുടെ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ചെല്ലാൻ പറ്റുന്ന, ഇപ്പം നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് അവളാണ്, അത് ഉറപ്പായിട്ടും അവൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇല്ലില്ല അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മളെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാർ. അത് പക്ഷേ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു ബെസ്റ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിങ് ആണ്. അത് ചിലരുടേത് ശരിയാവും, ചിലരുടേത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. ദാറ്റ്സ് ഓക്കെ. എനിക്ക് ബെസ്റ്റി ഇല്ലല്ലോ എന്ന് കരുതി ഒരു ബെസ്റ്റിനെ ഞാൻ ഉണ്ടാക്കി എടുക്കരുത്. ഒരാളെ ഞാൻ ബലമായിട്ട് പിടിച്ച് എൻ്റെ ബെസ്റ്റി ആക്കരുത്. അതൊരു മ്യൂച്വലി ഓർഗാനിക്കലി വളർന്നു വരേണ്ട ഒരു സാധനമാണ്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ബെസ്റ്റികൾ ഉണ്ടാവാം, ദാറ്റ് ഈസ് വെരി ഫൈൻ. അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അതിലിപ്പോൾ ഞാനാണോ ബെസ്റ്റി, ഇവളാണോ ബെസ്റ്റി, നിനക്കെന്താ 3-4 ബെസ്റ്റിമാരുണ്ടോ, നിനക്ക് കുറേ അങ്ങനെ ഉണ്ടല്ലോ, അത് അവരുടെ കാര്യം മാൻ, ദാറ്റ്സ് ഓക്കെ. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ ബെസ്റ്റീനെ ആണെങ്കിലും ഫ്രണ്ട്സിനെ ആണെങ്കിലും ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ റെഡ് ഫ്ലാഗ്സ് വേണ്ടി അലേർട്ടായിരിക്കണം. എന്ന് കരുതി റെഡ് ഫ്ലാഗ്സ് വരുന്ന ഇത് കോൺഷ്യസ് ആയിട്ട് ജീവിക്കാനല്ല, വരുന്ന റെഡ് ഫ്ലാഗ്സിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയാതിരിക്കുക. അപ്പം എല്ലാ ബെസ്റ്റിയും ബെസ്റ്റി അല്ല എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക.